കടാവർ ഡോഗ്സിൻ്റെ ഈ ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു സഹായം സാന്നിധ്യം അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തെരച്ചിലിന്. അതുപോലെ തന്നെ റഡാർ സിഗ്നൽ സംവിധാനങ്ങളുടെ ഒരു സാന്നിധ്യം മേജർ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം അവിടെയുണ്ട്. അപ്പോൾ ഈ ഡോഗ് സ്ക്വാഡിൻ്റെയൊക്കെ സാന്നിധ്യം കൂട്ടുമോ? അതുമായി ബന്ധപ്പെട്ട ഈ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങളുടെ ഒരു ഇതുവരെയുള്ളൊരു വിലയിരുത്തൽ മന്ത്രിസഭ ഉപസമിതിക്ക് മുമ്പാകെ വന്ന എങ്ങനെയാണ്? ഈ സംഘങ്ങളൊക്കെയും ആവശ്യത്തിന് വേണ്ട നിലയിൽ ഇപ്പോൾ ഫീൽഡിൽ ഉണ്ട് എന്ന് തന്നെയാണോ? അതെ, എല്ലാ നിലയിലും അവർ ഇടപെടുന്നുണ്ട്, എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തെരച്ചിലിന് നമ്മൾ എത്രയാണോ ഉദ്ദേശിച്ചത് അതിലധികം സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ പരമാവധി സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ഫോഴ്സും അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ക്യാമ്പുകളെ കുറിച്ച് എല്ലാവരെയും ക്യാമ്പുകളുടെ കാര്യത്തിൽ പ്രത്യേകം അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമല്ല, ഒന്നിലേറെ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാളെ കാണാൻ പുറത്തുനിന്ന് ഒരാൾ വരുന്നു, പക്ഷേ അപ്പോൾ ആ ക്യാമ്പിലുള്ളത് ഒട്ടേറെ കുടുംബങ്ങളാണ്, അവരുടെയും സ്വകാര്യത പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിൽ കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതൊക്കെ ഒഴിവാക്കി അതിനൊരു ചിട്ട കൊണ്ടുവരുന്നു. എന്നാൽ ഇവരെയൊക്കെ കാണാനുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും അതിനുള്ള സംവിധാനമുണ്ട്. ആ സൗകര്യം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ ദുരന്തബാധിതരായ മനുഷ്യരോട് സംസാരിക്കുന്നതും അവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിയുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ സമീപനം ഇതൊരു പുതിയ രീതിയാണ്. ആ പുതിയ രീതി, അതുപോലെ തന്നെ സന്നദ്ധരായി ഒരുപാട് സാധനങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനൊരു മാർഗ്ഗനിർദ്ദേശം വെച്ചു, ഒരു മാനദണ്ഡം വെച്ചു. അതെല്ലാം ഫലപ്രദമായി വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പുതിയ രീതികൾ, പ്രധാനപ്പെട്ട ചില ചുവടുവെപ്പുകൾ സൃഷ്ടിക്കുമ്പോൾ അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ? മറ്റൊന്ന് പ്രധാനമായി തോന്നിയത്, പലപ്പോഴും ഉയരുന്ന ആക്ഷേപം മാധ്യമങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ഉദ്യോഗസ്ഥ വീഴ്ച. സർക്കാർ പല തീരുമാനങ്ങളും എടുക്കും, പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ സംഭവിക്കുന്നു, വീഴ്ച സംഭവിക്കുന്നു എന്ന നിലയിലൊക്കെ വരാറുണ്ട്. പക്ഷേ അത്തരം അനുഭവങ്ങളോ വാർത്തകളോ അവിടുന്ന് ആ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ പൊതുവിൽ തൃപ്തികരമാണോ മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ? ക്യാമ്പുകളുടെ പ്രവർത്തനം, ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടൽ, അത്തരത്തിലല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ മന്ത്രിസഭാ ഉപസമിതിക്ക്? തൃപ്തികരമാണ്, ഒരു സംശയമില്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ക്യാമ്പിൻ്റെ കാര്യത്തിൽ ആദ്യ ദിവസമൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ക്യാമ്പിൽ ഉള്ളവർ അനുഭവിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നല്ല മഴയാണല്ലോ, ഈ പുറത്തുനിന്ന് ഷൂസും ചെരുപ്പൊക്കെ ഇട്ട് ചളിയിൽ ചവിട്ടി അതേപോലെ ക്യാമ്പിലെ മുറികളിൽ കയറുകയാണ്. ആ മുറി എന്ന് പറഞ്ഞാൽ അവർ കിടക്കുന്ന മുറി അവരുടെ വീടാണ്. ആ വീട്ടിലേക്ക് ചളിയും മറ്റുമായിട്ട് കയറുകയാണ്. എല്ലാ 2 മണിക്കൂറിലും ക്ലീനിങ് അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ കയറുന്നൊരു രീതി ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, ക്യാമ്പിൽ കയറി അനാവശ്യമായി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. പല ക്യാമ്പിലുള്ളവരും മുഖം പൊത്തുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. എന്നാൽ അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും യോജിപ്പിക്കണം. എല്ലാവരെയും യോജിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത്, കർക്കശമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ആകെ ഇത് അയഞ്ഞു പോയി സംഗതി ആകെ അപകടത്തിലാവും. ക്യാമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഒരു നിലപാട് എല്ലാവരുമായി യോജിച്ചെന്നുകൊണ്ടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം കൂടി അതിന് ഗുണം ചെയ്തു. പൊതുവെ ജനങ്ങളത് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ക്യാമ്പൊക്കെ വളരെ ചിട്ടയോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങളത് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ചിലർക്ക് ചില പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി പൊതുവെ ക്യാമ്പിലൊക്കെ തന്നെ വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. എല്ലാവരും അതിനോട് യോജിച്ചു നിന്നു, എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇപ്പോൾ ക്യാമ്പ് നല്ല നിലയിൽ പോകുന്നുണ്ട്. ഞാൻ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ മാറി നിന്ന് നോക്കുകയായിരുന്നു. വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ക്യാമ്പിൻ്റെ യോഗം വേറെ തന്നെ നടത്താറുമുണ്ട്. ക്യാമ്പിൽ ഞങ്ങൾ ഇടയ്ക്കിടെ സന്ദർശനം നടത്തി ഇത്തരം സംവിധാനങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ ജോലി ചെയ്യുന്നു. എല്ലാ നോഡൽ ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഓരോന്നിനും ഓരോ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. ഭക്ഷണത്തിനൊരു ഉദ്യോഗസ്ഥർക്ക് ചുമതല, ഹെൽപ്പ് ഡെസ്കിന് ചുമതല, മെഡിക്കൽ ടീമിനൊരു ചുമതല. അപ്പോൾ അവരത് നിർവഹിക്കുന്നുണ്ട്. പിന്നെ മന്ത്രിമാർ ആയ ഞങ്ങളുടെ ടീം എപ്പോഴാണ് ക്യാമ്പിലേക്ക് വരിക എന്നുള്ള കാര്യം ആർക്കും ഉറപ്പ് പറയാനും പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മന്ത്രിമാരുൾപ്പെടെ വരുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്കും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് സഹായകരമാണ്. ആ നിലയിലാണ് പൊതുവെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരെയും ടീമാക്കി നിർത്തി എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്.